ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സ്ബാറ്റ് സീക്രട്ടിലെ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ നോ കോണ്ടാക്ട് റൂള് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ആ വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പൂർണ്ണ മനസ്സോടുകൂടി കമ്മിറ്റ്മെൻറ്റോടുകൂടി നിങ്ങളെ സമീപിക്കുകയാണ്. ഒന്നുകിൽ വിളിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് റിപ്ലൈ ചെയ്യാം, വിളിച്ച് സംസാരിക്കാം. ഓക്കെ, ആ വ്യക്തി ജസ്റ്റ് ഐ മിസ് യു എന്ന് പറയുകയോ അല്ലെങ്കിൽ ഹൗ ആർ യു എന്ന് ചോദിക്കുകയോ ഗുഡ് മോർണിംഗ് എന്ന് ചോദിക്കുകയോ ഒന്നുമല്ല. ക്ലിയർ കട്ടായിട്ട് ആളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയതിന് സോറി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൂടെ വീണ്ടും ലൈഫ് വേണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നോ കോണ്ടാക്ട് റൂള് ബ്രേക്ക് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ രണ്ട് പേർ തമ്മിൽ സ്നേഹിക്കുന്ന സമയത്ത് അതിൽ ഒരു കുഞ്ഞുണ്ട്, കല്യാണം കഴിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ, എന്നും ഡെയിലി കാണുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാതിരിക്കുക, അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ ചെയ്ത് മുന്നോട്ട് പോവുക, അങ്ങനെയായിരിക്കും നമ്മൾ വീട്ടിലാണെങ്കിലും. പക്ഷെ കുട്ടികളുടെ മുമ്പിലും നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പാരൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ആ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടി ഭയങ്കര കെയർ ചെയ്ത് ചെയ്യണം എന്നല്ല. അത് കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ നമ്മളൊരു മോഡിഫൈഡ് നോ കോണ്ടാക്ട് എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. ആ കുട്ടികൾ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കുട്ടികൾ ഉള്ളപ്പോൾ മാത്രമായിരിക്കണം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പഴയ രൂപത്തിൽ തന്നെ നോ കോണ്ടാക്റ്റിലോട്ട് പോകണം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. കുട്ടികളുടെ മുമ്പിൽ അഭിനയിക്കുക, ഞങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അത് കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കണം. അവിടെ കുട്ടികൾ വരുമ്പോൾ മാത്രം ബ്രേക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അടുത്തൊരു സിറ്റുവേഷൻ, വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഒന്നിച്ച്, അല്ലെങ്കിൽ ഡെയിലി കാണുന്ന ഒരു ഓഫീസിലുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെയിലി കാണേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ടോക്ക് ചെയ്യേണ്ടി വരും. അതൊക്കെ പ്രൊഫഷണലായിട്ട് തന്നെ ഡീൽ ചെയ്യുക. അവിടെ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, വേറെ അബൌട്ട്സ് ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. മനസ്സിലായോ? ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രം ടോക്ക് ചെയ്യുക, വിട്ടേക്കുക. അവിടെ ഒരു ഇമോഷനും പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, നോർമലി ആ സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. അവിടെ ആ സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും മിസ്റ്റേക്ക് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സോറി പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. അത്തരം ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആളിങ്ങോട്ട് മെസ്സേജ് അയച്ചു വരികയാണ് നോ കോണ്ടാക്ട് ചെയ്ത സമയത്ത്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സ്പേസ് ആവുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുക, സോറി പറയുക, എന്നിട്ട് വീണ്ടും നോ കോണ്ടാക്റ്റിലോട്ട് തന്നെ പോവുക. ഓക്കെ, പിന്നെ ആൾ വരുന്നുണ്ടെങ്കിൽ നമുക്കത് പതിയെ സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം അത്തരം ഒരു സിറ്റുവേഷനിൽ ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട്, സോറി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിന് നോ പ്രോബ്ലം. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, നമ്മുടെ എക്സിന് തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ തന്നെ അവിടെ സഹായിക്കാനുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ ആ സഹായം മാത്രം ചെയ്തു കൊടുക്കുക, പിന്നെ വീണ്ടും നോ കോണ്ടാക്റ്റിലോട്ട് വരിക എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനിൽ മാത്രം നമ്മൾ അവരെ കേൾക്കുക, അതിനുള്ള സൊല്യൂഷൻ ചെയ്യുക, വീണ്ടും തിരിച്ചു വരിക, വീണ്ടും നോ കോണ്ടാക്റ്റിൽ. ആ എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ബ്രേക്ക് ചെയ്യാം. ഇനി അടുത്തൊരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ എക്സ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതിൽ, നിങ്ങളുടെ ആ ഒരു ആബ്സെൻസിൽ അവർ ഭയങ്കര അപ്സെറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഭയങ്കര ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്, ഒത്തിരി ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കോളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. സോ അവർ ആ ഒന്നിക്കാനുള്ള ആ ഒരു ഇതിലായിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 6 സിറ്റുവേഷൻസിൽ നമുക്ക് നോ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നോ കോണ്ടാക്റ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ പഴയ വീഡിയോ പോയിട്ട് കാണുക. തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നോ കോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക്
ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു വ്യക്തിയെയും നമ്മളിലോട്ട് അടുപ്പിക്കാൻ തരത്തിലുള്ള തോട്ട് പ്രോസസ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നമുക്ക് കിട്ടാൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ തന്നെ തോട്ട് പ്രോസസ്സ് വഴി. അപ്പോൾ അങ്ങനെയുള്ള ഹെൽപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 21 days വാട്സപ്പ് ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടുകളൊക്കെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ടൊന്ന് വിളിച്ച് നിങ്ങളുടെ വിഷയങ്ങളൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രോപ്പർ ഗൈഡൻസ് തരുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.